So, dear students, we can continue the discussion of units, dimension, measurements, NCRT solutions. So, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്വസ്റ്റ്യൻ നമ്പർ 9 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. So, now the 10th question. State the number of significant figures in the following. അപ്പോൾ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ കുറിച്ചുള്ള പ്രിലിമിനറി ഐഡിയാസ് എല്ലാം നമ്മൾ പഠിച്ചതാണ്. സോ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഡെഫിനിഷൻസ് പറയുന്നത്, ഇപ്പോൾ സപ്പോസ് വി ആർ വിത്ത് വൺ ഡേറ്റ് ആസ് സേ 5.6 സെൻറ്റിമീറ്റർ. സോ നമുക്കറിയാം ഇത് 5.6 ഒരു മെഷർമെൻറ്റ് എഴുതുമ്പോൾ അത് 5.7 ആകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 5.5 ആകാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കൗണ്ട് ആയിട്ടുള്ള 0.1 സെൻറ്റിമീറ്ററിൻ്റെ അഡീഷനോ സബ്ട്രാക്ഷനോ ആകാം. അത് 5.6-ലെ 5-നെ നമ്മൾ റിലയബിൾ ആയ ഡിജിറ്റ് ആയിട്ട് നമ്മൾ പ്രഖ്യാപിച്ചു. അതോടൊപ്പം നമ്മുടെ 6 എന്ന് പറയുന്നതിനെ ഡൗട്ട്ഫുൾ ഫിഗർ ആയിട്ട് നമ്മൾ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് റിലയബിൾ ഡിജിറ്റ്സ് പ്ലസ് ഡൗട്ട്ഫുൾ ഫിഗർ ആണ് നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിലും ചില നിയമവശങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. അത് ബേസ് ചെയ്തിട്ടുള്ള ചില ക്വസ്റ്റ്യനുകളാണ്. സോ ഹാവ് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് 0.007. സോ ഇവിടെ ആദ്യം നമ്മൾ അസസ് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ പാർട്ട് 0 ഇൻ്റഗ്രൽ പാർട്ട് 0 ആണെങ്കിൽ ഡെസിമലിനും നോൺ സീറോയ്ക്കും ഇടയ്ക്ക് വരുന്ന നമ്പർ ഓഫ് സീറോ നമ്മൾ കൗണ്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ബിക്കം 1. അപ്പം അത് ഓർമ്മയിരിക്കട്ടെ. പക്ഷേ ഇൻ്റഗ്രൽ പാർട്ട് ഇവിടെ ഒരു നോൺ സീറോ ആയിരുന്നെങ്കിൽ, അത് 1 ആയിരുന്നു അല്ലെങ്കിൽ 2 ആയിരുന്നെങ്കിൽ ഈ സീറോസ് നമ്മൾ കൗണ്ട് ചെയ്യണം. പക്ഷേ ഇവിടെ 0 ആയതുകൊണ്ട് ഡെസിമലിനും നോൺ സീറോയ്ക്കും ഇടയ്ക്കുള്ളത് കൗണ്ട് ചെയ്യാൻ പാടില്ല. ഇവിടെ 2.64 × 10⁻²4 എക്സ്പോണൻഷ്യലായിട്ട് 10⁻⁴ വരുന്ന ഡിജിറ്റ്സിനെ നമ്മൾ കൗണ്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള നമ്പേഴ്സ് 1, 2, 3 ആണ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് മാറുക. ആൻഡ് ഹിയർ 0.2370, ആ കേസിൽ ഇൻ്റഗ്രൽ പാർട്ട് 0 ആണെങ്കിലും നമ്മുടെ സീറോസ് കമ്മിങ് ആഫ്റ്റർ ദ നോൺ സീറോ, നമ്മുടെ നോൺ സീറോ കഴിഞ്ഞതിന് ശേഷം വരുന്ന സീറോസ് നമ്മൾ കൗണ്ട് ചെയ്യണം. അതുകൊണ്ട് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ബിക്കം 4. ഹിയർ ഓൾസോ, here there is a 0, we have it to count it, so it becomes a 4. Even that 0 is coming in between the two non-zeros, so number of significant figures become 4. And here the നമ്മൾ ആദ്യം പറഞ്ഞ അതേ കണ്ടീഷൻ ആണ്. So we have to consider this only. So the number of significant figures become 4. So we not count the zeros in between the decimal and the non-zero. ആ റൂൾസ് വളരെ വ്യക്തതയോടെ വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എ ഗുഡ് ക്വസ്റ്റ്യൻ ഈസ് വെയിറ്റിംഗ്. എൻട്രൻസ് എക്സാമുകൾക്കെല്ലാം ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ദ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ് ഓഫ് എ റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് മെറ്റൽ ആർ. സോ ഇറ്റ് ഈസ് given as the length is equal to 4.234 meter. Breadth is given as 1.005 meter, and the thickness at T is equal to 2.01 centimeter. Give the area and volume of the sheet. So ആദ്യം നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ആ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ സി ഏരിയ ഈസ് ഈക്വൽ ടു, നമ്മുടെ മനസ്സിലേക്ക് ആ ഫോർമുല ആദ്യം വരട്ടെ. സോ ടോട്ടൽ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ തിക്നെസ് ഉൾപ്പെടെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ സ്വാഭാവികപരമായിട്ടും നോക്കണേ, സി ഇപ്പോൾ ഒരു റെക്ടാങ്കുലർ ഷീറ്റ് എന്ന് മാത്രം പറയുകയാണെങ്കിലും ഇവിടുത്തെ ലെങ്ത് ഉണ്ട്, അവിടുത്തെ ബ്രെഡ്ത്ത് ഉണ്ട്, പക്ഷെ തിക്നെസ് കൂടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ? യെസ്. സി നമ്മുടെ തിക്നെസ് കൂടെ ഉള്ളത് കൊണ്ട് സോ നമുക്ക് ആ ഒരു തരത്തിലൊന്ന് വരച്ചാൽ ശ്രദ്ധിക്കാം. യെസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ തിക്നെസ് കൂടെ അണ്ടർ കൺസിഡറേഷൻ. അപ്പോൾ നമുക്ക് സ്വാഭാവികപരമായിട്ടും നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ സി ലെങ്ത് 4.2 തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്,
അപ്പം നമുക്ക് സ്വാഭാവികപരമായിട്ടും ഈ മുകളിലത്തെ ഇത് നമ്മൾ കൗണ്ട് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അടിയിലൊരു ഏരിയ വരില്ലേ? അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സി ഈ ബ്രെഡ്ത്ത് നമ്മൾ കൺസിഡർ ചെയ്താൽ ഈ തിക്നെസ് വരുമ്പോൾ ഈ ഒരു ഏരിയ വരത്തില്ലേ, അത് നമുക്ക് രണ്ട് സൈഡിലും ഇല്ലേ, അപ്പോൾ 2 ടൈംസ് വരുമല്ലോ. അതേപടി തന്നെ ഈ ലെങ്ത്തും അതോടൊപ്പം ഈ തിക്നെസ്സും കൂടെ നമ്മൾ എടുത്താൽ ഇതേപോലെ 2 ഏരിയ വരുമല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 2 ഇൻറ്റു നമ്മുടെ ആദ്യം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് നമുക്ക് പറയാം, ആൻഡ് ദ നെക്സ്റ്റ് വൺ ആസ് എ ബർത്ത് ഇൻറ്റു തിക്നെസ് നമുക്ക് പറയാം, പ്ലസ് ദെൻ ലെങ്ത് ഇൻറ്റു നമ്മൾ ലെങ്ത് ഇൻറ്റു തിക്നെസ് നമുക്ക് പറയാം. അപ്പോൾ അതിന് 2 ടൈംസ് എന്നൊരു കൺസെപ്റ്റിൽ നമുക്ക് ഉത്തരമായി. സോ ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 2 ഇൻറ്റു സോ ലെങ്ത് നമുക്കറിയാം ആസ് എ 4.234 into the breadth as 1.05 plus that breadth is 1.005 into 2.01 plus നമ്മുടെ ലെങ്ത് അറിയാം ഓൾറെഡി 4.234 into that thickness as 2.01, so that is equal to. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സോ വി ഗെറ്റ് ദ കൺസെപ്റ്റ് ആസ് 2 ഇൻറ്റു ദാറ്റ് ഈസ് 4.25517 പ്ലസ് ദാറ്റ് 0. So here keep in mind that 2.01 centimeter, so it must be in meter. So 2.01 into 10 raised to minus 2, 10 raised to minus 2. So 4.25517 plus we get the value as 0.020005 plus 0.085135, that much meter square. അപ്പോൾ നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം 8.7209,478. അപ്പോൾ ഇവിടെ നെറ്റ് ആക്റ്റ് വരുമ്പോൾ നമുക്കറിയാം ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സാണ് അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് വരുമ്പോൾ ആൻസറിൽ നമുക്കറിയാം നിയമപരമായിട്ട് പറഞ്ഞിരിക്കുന്നത് മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരണമെന്നല്ലേ. മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് 2ൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അതൊരു ഡിജിറ്റ് ആയതുകൊണ്ട്, ഒരു വെൽ ഡിഫൈൻഡ് നമ്പർ ആയതുകൊണ്ട്, ഇൻഫിനിറ്റി ആയിട്ട് മാറിയതുകൊണ്ട് നമ്മളുടെ പാരാമീറ്റേഴ്സ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോ അവിടെ നമുക്കൊരു 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഹിയർ ഇറ്റ് ഈസ് 4 ആണ്, ഇവിടെ നമുക്ക് 4 ആണ്. സോ ആൻസർ ഷുഡ് ബി റീറ്റേൺഡ് വിത്ത് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്നൊരു കൺസെപ്റ്റിലേക്ക് മാറും. സോ നമുക്ക് റൗണ്ട് ഓഫ് കളയാം. സോ വി ഗെറ്റ് ദ ആൻസർ 8.72 meter square. സോ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലേക്ക് നമുക്ക് റൗണ്ടഡ് ആയി. സോ നമ്മുടെ ഫസ്റ്റ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അടുത്ത വോളിയം എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറുകയാണ്. സോ അടുത്ത് കണ്ടുപിടിക്കേണ്ടത് വോളിയം ഓഫ് ദ ഷീറ്റ് ആണ്. സോ നമുക്കറിയാം ഈ ഒരു കൺസെപ്റ്റിലെ വോളിയം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഇറ്റ് ഈസ് വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് എന്നൊരു കൺസെപ്റ്റിലേക്ക് മാറും. So that is equal to length as is equal to 4.234 into breadth 1.005 into then 2.01 into 10 raised to minus 2. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ we get the value as 0.85528 that much meter cube. പക്ഷേ ഇവിടെ നിങ്ങൾ ഓർക്കണം മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സാണ്. അവിടെ നമുക്ക് വീണ്ടും മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. അപ്പം 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് വരണം. അപ്പോൾ ഡെസിമലും നോൺ സീറോയ്ക്കും ഇടയ്ക്കുള്ളത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മാറും. ലെസ് ദാൻ 5 ആണ്. വി ക്യാൻ ഇറ്റ് ആസ് സച്ച്. സോ വി ഗെറ്റ് ദ വാല്യൂ 0.0855 മീറ്റർ ക്യൂബ്. സോ നമ്മുടെ മനസ്സിലേക്ക് നെറ്റ് എഫക്റ്റ് ഓർത്തിരിക്കേണ്ട കൺസെപ്റ്റ് ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ്. സോ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ് പ്രോസസ്സെങ്കിൽ ആൻസറിൽ നിർബന്ധപൂർവം മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടായിരിക്കണം. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. പക്ഷേ നമുക്ക് അറിയണം സബ്ട്രാക്ഷനോ അല്ലെങ്കിൽ അഡീഷനോ ആണ് പ്രോസസ്സെങ്കിൽ ആൻസറിൽ മിനിമം ഡെസിമൽ പ്ലേസസ് ആണ് ഉണ്ടായിരിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ അത് ഓർത്തിരിക്കുക. സോ അത് നിയമപരമായിട്ട് സോ വി ഗെറ്റ് ദ ആൻസർ. So we can move to question number 12. The mass of a box measured by a grocer's balance is.
So that is given as 2.3 kilogram. So and there is a mistake on it. So actually it is a 2.3 kilogram. Only one digit with that one. Only one decimal. Two gold pieces of masses 20.15 gram and 20.17 gram are added to the box. What is the total mass of the box? The difference in the masses of the pieces to correct significant figures. Significant figures in the നിയമപ്രകാരം അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് the mass of the box as nothing but 2.3 kilogram. അതേപോലെ രണ്ട് പീസസ് ഉണ്ട്. The one it is 20.15 gram. Another one, the second species gold pieces is 20.17 gram. അപ്പോൾ നമുക്ക് അഡിഷൻ ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ മാസ് ഓഫ് ദ ബോക്സ്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴുള്ള ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കണം. സോ അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരേ യൂണിറ്റിലേക്ക് മാറണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ 2.3 കിലോഗ്രാം പ്ലസ്, അപ്പോൾ നമ്മൾ ഈ ഗ്രാമിനെ കിലോഗ്രാം ആയിട്ട് മാറ്റണം. സോ വി ക്യാൻ മൾട്ടിപ്ലൈ 1 gram ഈസ് 10⁻³ കിലോഗ്രാം. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇറ്റ് ഈസ് 0.02015 കിലോഗ്രാം. ദെൻ അതേപോലെ തന്നെ അടുത്തത് നമുക്ക് ആഡ് ചെയ്യാം. ഇറ്റ് ബിക്കംസ് 0.02017 കിലോഗ്രാം. ഇൻ ടോട്ടൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 5 + 5 ഇറ്റ് ബിക്കംസ് 12 1 it becomes 3.043 point. So you get that. പക്ഷെ നമുക്കറിയാം നിയമം പറയുന്നത് ആൻസർ ഷുഡ് ബി വിത്ത് മിനിമം ഡെസിമൽ പ്ലേസ് ആണ്. അപ്പോൾ ഡെസിമൽ പ്ലേസസ് എടുക്കുമ്പോൾ നമ്മുടെ 2.3ൽ 1 ആണുള്ളത്. ഇവിടെ നമുക്ക് 2 ഡെസിമൽ പ്ലേസസ് വീതമുണ്ട്. സോ ആൻസറിൽ ഒരു ഡെസിമൽ പ്ലേസ് വരണം. ഇത് <5 ആണ്. സോ വി ക്യാൻ omit as such. So we get the answer as 2.3 kilogram. പക്ഷെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, അടുത്ത പാർട്ടായിട്ട് നമ്മളോട് പറയുന്നത് സി ദ ഡിഫറൻസ് ഇൻ ദ മാസസ് ഓഫ് ദ പീസസ്. അപ്പോൾ നമുക്ക് M1 എന്ന് പറയുന്നത് 20, M2 എന്ന് പറയുന്നത് 20.17 gram ആണ്. M1 എന്ന് പറയുന്നത് 20.15 ആണ്. അപ്പോൾ അവ തമ്മിൽ നമുക്കൊന്ന് ഡിഫറൻസ് എടുക്കാം. സോ ഇറ്റ് ബിക്കംസ് 2.000. സോ നമുക്ക് കിട്ടിക്കഴിഞ്ഞു 0.02 gram. നിയമം പറയുന്നത് ഡിഫറൻസ് വരുമ്പോൾ ആൻസറിലെ മിനിമം എന്തുണ്ടായിരിക്കണമെന്നാണ്? ഡെസിമൽ പ്ലേസസ് ഉണ്ടായിരിക്കണമെന്നാണ്. അപ്പോൾ നമുക്കിവിടെ അറിയാം രണ്ടിനും ഒരേ ഡെസിമൽ പ്ലേസസ് ആണ് 2. സോ ആൻസറിൽ 2 ഉണ്ടായിരിക്കണം. സോ വി ഗെറ്റ് ദ ആൻസർ as 0.02. അപ്പോൾ നിയമവശങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓർത്തിരിക്കുക. നമുക്ക് പ്ലസും മൈനസും ആൻസറിലെ മിനിമം ഡെസിമൽ പ്ലേസസ് ഉണ്ടായിരിക്കണമെന്നുള്ള നിയമം ഒന്ന് ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട്. So we can move to the next one as 2.13. A physical quantity P is related to 4 observables A, B, C, D. So we can write that P take the value as A cube B square by root CD. So it is given the percentage errors of the measurement in A, B, C, D are: in A that is 1%, in B it is 3%, C it is 4%, and in D it is 2%. What is the percentage error in the quantity P? So that is the first question. അപ്പോൾ നമുക്ക് എറർ റിലേഷൻ എഴുതിയാൽ നമുക്കറിയാം ഇത് പവർ ടേം ആണ്, അതോടൊപ്പം മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനാണ്. സോ നമ്മുടെ നിയമം അറിയാം, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ് പ്രോസസ്സെങ്കിൽ ഫ്രാക്ഷണൽ എറേഴ്സ് ആഡ് ചെയ്യുമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ ഫ്രാക്ഷണൽ എറേഴ്സ് നമ്മൾ ആഡ് ചെയ്യണം. സോ ഫ്രാക്ഷണൽ എറേഴ്സ് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഒന്ന് നോക്കൂ, ഡെൽറ്റ പി ബൈ പി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഫ്രാക്ഷണൽ എറേഴ്സിനെ പെർസെൻറ്റേജ് എറർ ആക്കാൻ നമുക്കറിയാം 100% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടൈം എ ക്യൂബ് ആണ്. നമുക്കറിയാം പവർ വരുമ്പോൾ n ടൈംസ് ഓഫ് ദ ഫ്രാക്ഷണൽ എററിനെ എന്ന് എഴുതുന്നേ. സോ ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100%. അപ്പോൾ അടുത്ത ടൈം ബി സ്ക്വയർ ആണ്. സോ 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100%. സോ ദ തേർഡ് ടൈം ഈസ് റൂട്ട് സി. സോ ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100%.
പ്ലസ് നമ്മൾ ഡിയുടെ പെർസെൻറ്റേജ്, സോ ഡെൽറ്റ ബൈ ഡി ഇൻറ്റു 100%. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം പെർസെൻറ്റേജ് എറർ ഇൻ എ എന്ന് പറയുന്നത് 1% പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി 100% ഈസ് 3% പ്ലസ് ഹാഫ് ഇൻറ്റു delta C by C into 100% is 4% plus delta D by DS equal to 2%. So that is equal to percentage plus 6% plus 2% plus 2%. So 4 plus 6, yes, 10 plus 3, we get as a 13%. So that is the half answer നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്, it is a simple concept. The second part, if the value of P calculated using the above relation turns out to be 3.763, to what value should you round off the result? അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു കൺസെപ്റ്റ് വരുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് 3%. അപ്പോൾ സോ ഇറ്റ് ഈസ് എ റസ്റ്റിക് വാട്ട് 2 significance. So significant ഫിഗേഴ്സിലാണ് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്തിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് പി കണ്ടുപിടിക്കുക എന്നൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ എഴുതാം. നമുക്കറിയാം ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100%, സോ ദാറ്റ് ഈസ് ഗിവൻ ആസ് 13%. അപ്പോൾ നമുക്ക് ഡെൽറ്റ പി ഒക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 13/100. സോ ദാറ്റ് ഈസ് 0.13 ടൈംസ് ഓഫ് പി. നമുക്ക് ആ വാല്യൂ ഒക്കെ നമുക്ക് കണ്ടുപിടിച്ചെഴുതാം. പക്ഷെ നമ്മളുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, to what value should you round off the result? അപ്പോൾ നമുക്ക് 2 significant ഫിഗേഴ്സിലേക്ക് വന്നതുകൊണ്ട് നമ്മുടെ 3.763 എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ 2 significant ഫിഗേഴ്സിലായിട്ട് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണം. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് യെസ് 3.8 ആയിട്ട് മാറി. സോ ദാറ്റ് ഈസ് ദ ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് വൺ, നമ്പർ 14. See, a book with many printing errors contains 4 different formulas for the displacement of y of a particle undergoing a certain periodic motion. So that is given as y equal to a sine 2 pi t by capital T, y is equal to a sine vt, y equal to a by t sine t by a, and y is equal to a root 2 sine 2 pi t by t plus cos 2 pi t by t. Maximum displacement of the particle ആണ് എ എന്ന് പറഞ്ഞിരിക്കുന്നത്. വി ഈസ് ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ, ടി ദ ടൈം പീരീഡ് ഓഫ് മോഷൻ. റൂൾ ഔട്ട് ദ റോങ് ഫോർമുലാസ് ഓൺ ഡൈമെൻഷണൽ ഗ്രൗണ്ട്സ്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്നത് ദ ഡൈമെൻഷൻസ് ഓഫ് LHS ഷുഡ് ഈക്വൽ ടു ദ ഡൈമെൻഷൻസ് ഓൺ RHS. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. രണ്ടാമത് നമ്മുടെ മനസ്സിൽ വരേണ്ടത് സ്പെഷ്യൽ ആയിട്ടുള്ള ചില പോയിന്റ്സ്. അതിലൊന്നെന്ന് പറയുന്നത്, സി നമ്മുടെ ട്രിഗണോമെട്രി ഫങ്ഷൻസ് എടുക്കുമ്പോൾ സൈൻ ഓഫ് എക്സ് ഓർ ദാറ്റ് വൺ, ബോത്ത് ദ ബ്രാക്കറ്റ്സും ഡൈമെൻഷൻലെസ് ആണ്. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സി അപ്പം ഈ 2 ഐഡിയ വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഫസ്റ്റ് വൺ, സോ y ഈസ് ഈക്വൽ ടു a ഇൻറ്റു സൈൻ. അപ്പോൾ ഉറപ്പിച്ച് നമുക്ക് ആദ്യം നമ്മൾ സൈൻ ഫങ്ഷൻ ആസ് എ ഹോൾ അവൻ ആണ്, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് നോക്കാം. സോ 2 പൈ ഇൻറ്റു സ്മോൾ ടി ബൈ ടി. അപ്പോൾ രണ്ടിനും സമയത്തിൻ്റെ അതേ കൺസെപ്റ്റ് ആയതുകൊണ്ട് ഉറപ്പിച്ച് നമുക്ക് പറയാം അതിനും ഡൈമെൻഷൻലെസ് ആണ്. അതോടൊപ്പം നമുക്കറിയാം y ഈക്വൽ ടു എ എന്നാണ് പറഞ്ഞേ. അപ്പോൾ വൈയുടെ ഡൈമെൻഷൻ എന്ന് പറയുന്നത് ആർക്ക് സമമാണ്? എക്ക്. എ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം അതിൻ്റെ ഡൈമെൻഷൻ എല്ലാണ്. സോ സൈനിന് ഡൈമെൻഷൻ ഇല്ല. അപ്പോൾ അത് ഡൈമെൻഷൻ ബാക്ക്ഗ്രൗണ്ട് ഓക്കെയാണ്. സോ വൈയുടെ ഡൈമെൻഷൻ തന്നെയാണ് എക്ക്. ഒയ്ക്കും എക്കും എല്ല് തന്നെ വന്നിരിക്കുന്നു. ഉറപ്പിച്ച് നമ്മളുടെ നേരത്തെ പറഞ്ഞ LHSന്റെ ഡൈമെൻഷൻ തന്നെയാണ് RHS വന്നിരിക്കുന്നത്. സോ അതൊരു റൈറ്റ് ആൻസർ ആണ്. എ എന്ന് പറയുന്നത് ഡൈമെൻഷനലി ഗുഡ് ആണ്. ബി ഒന്ന് നോക്കിയേ. ബി വരുമ്പോൾ നമുക്ക് സൈൻ ഫങ്ഷൻ
ആ ബ്രാക്കറ്റ് സൈൻ ഓൾറെഡി ഡയമെൻഷൻലെസ് ആണ്. വാട്ട് അബൌട്ട് ദ ഇൻസൈഡ് വൺ? വെലോസിറ്റി ടു ടൈം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം LT⁻⁻1 ഇൻറ്റു ടി. അപ്പോൾ അവിടെ എല്ലായിട്ടും മാറി, അത് ഡയമെൻഷൻലെസ് അല്ല. അപ്പോൾ ഇത് ഡയമെൻഷൻലെസ് വന്നാൽ മാത്രമേ ആ ഇക്വേഷന് വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി എന്ന് പറയുന്ന ചോയ്സ് റോങ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ഡയമെൻഷനലി ഗുഡ്. കാരണം ആ സൈൻ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ളത് ഡയമെൻഷൻലെസ് ആയിട്ട് മാറിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത വാല്യൂ നമുക്ക് നോക്കാം. വൈ. സി ചോയ്സ് നമുക്ക് എടുക്കാം. വൈയുടെ ഡയമെൻഷൻ എന്താണ്? നമുക്കറിയാം, അത് LHS ആണ്, അതിൻ്റെ ഡയമെൻഷൻ L ആണ്. പക്ഷേ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന വാല്യൂസ് ഒന്ന് നോക്കി. സൈൻ ഓൾ ടുഗദർ നമുക്ക് ഡയമെൻഷൻലെസ് ആകണം. പിന്നെ തന്നിരിക്കുന്നത് A/T. അപ്പോൾ വൈയുടെ ഡയമെൻഷൻ എന്തിൻ്റെ ഡയമെൻഷന് തുല്യമായിരിക്കണം? A/Tയുടെ. അപ്പോൾ RHSൻ്റെ ഡയമെൻഷനിലെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് എയുടെ ഡയമെൻഷൻ ബൈ ടിയുടെ ഡയമെൻഷൻ അല്ലേ? എ എന്ന് പറയുന്നത് L അല്ലേ? ഡയമെൻഷൻ T അല്ലേ? സോ LT⁻⁻1. അപ്പോൾ RHSഉം LHSഉം തമ്മിൽ ഒരിക്കലും യോജിക്കത്തില്ല. സോ ദിസ് ഇക്വേഷൻ ഓൾസോ നോട്ട് വാലിഡ്. അതോടൊപ്പം തന്നെ അതിനകത്ത് ഉള്ളിലുള്ള വാല്യൂ നോക്കിയേ, T/A. സോ അവിടുത്തെ ഡയമെൻഷൻ എടുക്കുമ്പോഴും ഡയമെൻഷൻലെസ് ആയി വരുന്നില്ല. കാരണം ടൈം ബൈ LT⁻⁻1. അപ്പോൾ അതൊരിക്കലും ഡയമെൻഷനലി ഗുഡ് അല്ല. സോ സി റോങ് ആയി. സോ വാട്ട് അബൌട്ട് ദാറ്റ് ഡി ചോയ്സ്? അവിടുത്തെ LHS എന്ന് പറയുന്നത് നിങ്ങൾ എടുത്തേ. LHS എന്ന് പറയുന്നത് Y അല്ലേ? അപ്പോൾ ഡയമെൻഷൻ L ആയിട്ട് എഴുതി. വാട്ട് അബൌട്ട് ദ ഫസ്റ്റ് പാർട്ട് എ? എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അതിന് ഡയമെൻഷൻ L തന്നെയാണ്. ദെൻ ഇൻസൈഡ് ഡയമെൻഷൻലെസ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. സ്മോൾ t ബൈ ക്യാപിറ്റൽ T ഉറപ്പായിട്ട് ഡയമെൻഷൻലെസ് ആണ്. സോ ദാറ്റ് ഈസ് കംഫർട്ട്. നമുക്ക് ഈ ഭാഗവും മൊത്തത്തിൽ ഡയമെൻഷൻലെസ് ആണ്. സോ ഉറപ്പിച്ച് നമുക്ക് പറയാം ഡി ചോയ്സ് ഈസ് ഓൾസോ എക്സിസ്റ്റ് ചെയ്യുന്ന റിലേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് റൂൾ ഔട്ട് ദ റോങ് ഫോർമുലാസ്. സോ ഏതൊക്കെ ഫോർമുലകൾ നമുക്ക് കളയേണ്ടി വരും? ബി ആൻഡ് സി. അതിൽ പ്രിന്റിംഗ് മിസ്റ്റേക്സ് ഉണ്ട് എന്ന് ഓർക്കുക. സോ ബാക്കി എയും ഡിയും കറക്റ്റായിട്ട് നമുക്ക് പറയാം. സോ നമുക്ക് ആ പ്രിൻസിപ്പൽ ഹോമോജനിറ്റി ബേസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് നമുക്ക് കിട്ടി. നമ്പർ 15. A famous relation in physics relates moving mass m to the rest mass m0 of a particle in terms of its speed v and the speed of light z. This relation first arose as a consequence of special theory of relativity by Albert Einstein. A boy recalls the relation almost correctly but forgets where to put the constant z. And he writes that relation as m is equal to m0 by root of 1 minus v square. So that is a relation. Or we can write as m0 by 1 minus v square, the whole raised to 1 by 2. Guess where to put the missing term c. So that is our question. അപ്പോൾ ആ കുഞ്ഞ് എക്സാം എഴുതി നമ്മുടെ റീകോൾ ചെയ്തപ്പോൾ റെസ്റ്റ് മാസുമായിട്ടുള്ള റിലേറ്റിവിറ്റിക്സ് തിയറിയെ എഴുതിയപ്പോൾ അതിൽ സി മിസ്സിങ് ആണ്. സോ നമ്മൾ എവിടെ മിസ്സിങ് സിയെ നമ്മൾ കൊടുക്കണം? ഇതാണ് നമ്മളോടുള്ള ചോദ്യം. പക്ഷെ നമ്മുടെ പ്രിൻസിപ്പൽ ഹോമോജനിറ്റി പറയുന്ന കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. LHSലും അതോടൊപ്പം RHSലും ഒരേ ഡയമെൻഷൻ ഉണ്ടാകണം എന്നല്ലേ നമുക്കറിയുന്നുള്ളത്. അപ്പം ഇവിടെ LHSലെ ഡയമെൻഷൻ എന്ന് പറയുന്നത് m ആണെങ്കിൽ അത് തന്നെ ആയിരിക്കണ്ടേ RHSലും സംഭവിക്കേണ്ടത്. പക്ഷെ അത് തന്നെ നമുക്ക് വാല്യൂ ഉണ്ടല്ലോ m0. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ ഡയമെൻഷൻ ഓഫ് നമ്മളുടെ ഡിനോമിനേറ്റർ? ദ ഡയമെൻഷൻ ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ ഓഫ് റൂട്ട് 1 മൈനസ് വി സ്ക്വയർ എന്തായിരിക്കണം? യെസ്, അവിടെ ഡയമെൻഷൻലെസ് ആകണ്ടേ. എങ്കിലല്ലേ ഈ രണ്ട് LHSനും RHSലും ഒരേ ഡയമെൻഷൻ ഉണ്ടാകൂ. അത് ഡയമെൻഷൻലെസ് ആകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യം, ഇവിടെ റൂട്ടുണ്ട്, ഫൈൻ. ഇവിടെ 1ന് ഡയമെൻഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ടേമും ഡയമെൻഷൻലെസ് ആകണ്ടേ. അപ്പോൾ നമ്മുടെ വി സ്ക്വയർ, ദ ഡയമെൻഷൻ ഓഫ് വി സ്ക്വയർ എന്നുള്ള ടേമും എന്താകണം? ഡയമെൻഷൻലെസ് ആയിട്ട് മാറണം. അത് ഡയമെൻഷൻ ആകണമെങ്കിൽ, പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്പീഡിൻ്റെ ഡയമെൻഷൻ സ്ക്വയർ ആണ് എന്നാണ് ആ ടേം വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ ഡയമെൻഷൻലെസ് ആയിട്ട് മാറ്റണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ
മറ്റൊരു ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താലേ ശരിയാവൂ. അത് സ്പീഡിൻ്റെ ഡയമെൻഷനുള്ള ഒരു ടേമിൻ്റെ സ്ക്വയർ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. വേർ വി ഹാവ് ടു പുട്ട് ഇറ്റ്. സോ ഡിനോമിനേറ്റർ നമ്മൾ ഡയമെൻഷൻലെസ് ആക്കി മാറ്റണം. അതുകൊണ്ട് തന്നെ ആ റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും ആസ് എം ഇസ് ഈക്വൽ ടു എം സീറോ ബൈ 1 മൈനസ് നമ്മുടെ വിയുടെ കൂട്ടത്തിൽ ആരെ കൂടെ ചേർക്കണം? സി കൂടെ ചേർക്കണം. സോ ദ ഹോൾ റൈസ് ടു ഹാഫ്. സോ നമ്മുടെ റിലേഷൻ എത്തി. അപ്പം നമ്മുടെ എയിം ഇവിടെ ഓർത്തിരിക്കുക, സി എന്ന് പറയുന്ന ടേം അവിടെ മിസ്സിങ് ആണ്. അവിടെ കംഫർട്ടായിട്ട് എവിടെ നമുക്ക് പുട്ട് ചെയ്യണം? അപ്പോൾ അവിടെ നമുക്കറിയാം, ഇവിടെ ന്യൂമറേറ്ററിലെ M0യുടെ ഡയമെൻഷൻ തന്നെയാണ് LHSന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ ഡയമെൻഷൻലെസ് ആയി മാറണം. അത് ഡയമെൻഷൻലെസ് ആയിട്ട് മാറണമെങ്കിൽ വിയോടൊപ്പം നമ്മുടെ സി വരണം. അത് V/C എന്നുള്ള തരത്തിൽ. സോ വി ഗെറ്റ് ദ ആൻസർ. സോ വി ക്യാൻ മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 16. The unit of length convenient on the atomic scale is known as angstrom and is denoted by A0. 1 angstrom is 10 raised to minus 10 meter. The size of the hydrogen atom is about 0.5 angstrom. What is the total atomic volume in meter cube of 1 mole of hydrogen atoms? So വളരെ നമ്മൾ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് നമുക്ക് കിട്ടുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. സോ നമുക്ക് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് വി ക്യാൻ അസ്യൂം SP. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 4/3 പൈ ഇൻറ്റു അവൻ്റെ റേഡിയസ് ക്യൂബായിട്ട് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 ഇൻറ്റു 22/7. The radius എന്ന് പറയുന്നത് 0.5 10 raised to minus 10 that much cube ആകാം. So that is equal to നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ യു ഗെറ്റ് ദ വാല്യൂ 4π/3. So that is simply we can say as a 4.19 into 0.5 cube into 10 raised to minus 30. So roughly you get the answer as a 0.52 into 10 raised to minus 30. So if you just take the multiply the value, you get the answer as a 0.52 into 10 raised to minus 30 meter cube. ഇനി 1 mole എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 mole contains how much number of atoms? നമുക്കറിയാം it is Avogadro number, that is 6.02 into 10 raised to 23 atoms. അപ്പം അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് 1 mole of hydrogen atoms എന്ന് പറയുമ്പോൾ നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാം? സോ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വോളിയം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ 1 മോളിനെ അങ്ങനെ എഴുതാം 6.02 in 10 raised to 23 into ദാറ്റ് ഒരു ഹൈഡ്രജൻ വോളിയം നമ്മൾ മൾട്ടിപ്ലൈ into 10 raised to minus 30. So roughly you get the value as 3.13 into 10 raised to minus 7 meter cube. Yes, roughly നമുക്ക് പറയാം in one significant figure. In one significant figure we can say as 3 into 10 raised to minus 7 meter cube. So that is the answer. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്. അപ്പോൾ ഒരു മോളിൽ കണ്ടൈൻസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. ഇപ്പോൾ ഒരു ആറ്റത്തിന് ഇത്ര വോളിയം ഉണ്ടെങ്കിൽ 1 മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിന് എത്ര മാത്രം? സോ നമുക്ക് കംഫർട്ടായിട്ട് ഉത്തരത്തിലേക്ക് നമുക്ക് എത്തി. നമ്പർ 70. 1 mole of an ideal gas at standard temperature and pressure occupies. So that is 1 mole of an ideal gas occupies the volume of 22.4 liter. So in meter cube we can say that 1 liter has 10 raised to minus 3 meter cube. That is called the 1 molar volume. What is the ratio of molar volume to the atomic volume of 1 mole of hydrogen? ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം അറ്റോമിക് വോളിയം ഓഫ് 1 മോൾ ഓഫ് ഹൈഡ്രജൻ, അത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. സോ യു ഗെറ്റ് ദ വാല്യൂ ആസ് റഫ്ലി 3.13 ഇൻറ്റു 10 raised to minus 7 meter cube എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ 1 മോൾ വോളിയവും കയ്യിലേക്ക് നമുക്ക് ഡേറ്റ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 22.4 into 10 raised to minus 3. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് മോളാർ വോളിയം ഓഫ് ഹൈഡ്രജൻ
by, yes, that division by atomic volume of hydrogen. So that is equal to 22.4 into 10 raised to minus 3 by 3.13 into 10 raised to minus 7. അപ്പോൾ നമ്മൾ വാല്യൂ കൺസിഡർ ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ആസ് 7.15 ദാറ്റ് മച്ച് ഇൻറ്റു 10 റൈസ് ടു 4. അപ്പോൾ അത്രയും വാല്യൂ നമുക്ക് കിട്ടി, 7.15 ഇൻറ്റു 10 റൈസ് ടു 4. സോ ദാറ്റ് മച്ച് 1. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കൺസെപ്റ്റ്, വൈ ദിസ് റേഷ്യോ ഈസ് സോ ലാർജ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ മെഷർ ചെയ്തത് എന്താണ്. അപ്പം ഇവിടെ ദാറ്റ് ഹൈഡ്രജൻ ആറ്റം ഓക്കുപ്പൈ ചെയ്യുന്ന വോളിയം എടുത്ത സമയത്ത് ആക്ച്വലി ഓരോ ഹൈഡ്രജൻ എടുത്തിട്ട് അതിൻ്റെ വോളിയം എന്തെന്നാണ് നമ്മുടെ ആറ്റമിക് വോളിയം നമ്മൾ കണ്ടുപിടിച്ചത്. ആക്ച്വലി നമ്മുടെ ഹൈഡ്രജൻ ആറ്റംസ് മൂവ് ചെയ്യുന്ന സ്പേസ് ആണ് ദാറ്റ് മച്ച് വോളിയം. പക്ഷേ യഥാർത്ഥത്തിലുള്ള കണ്ടന്റ് ആണ് ദാറ്റ് മച്ച് വോളിയം എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. സോ ഇവിടെ കൃത്യതയോടെ നമ്മൾ പറയുകയാണെങ്കിൽ, ബിക്കോസ് ദ ആക്ച്വൽ size of the gas molecules, size of the gas molecules is very small in comparison with them, very small in comparison with volume of the gas. Or we can say the intermolecular separation in a gas is much larger than the size of a gas molecule. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്, ഓർത്തിരിക്കുക. So we can move to the next interesting question, number 18. Explain this common observation clearly. If we look out of the window of a fast moving train, the nearby trees, houses, etc. seem to be moved rapidly in a direction opposite to the train's motion. But the distant object, hilltops, the moon, the stars, etc. seems to be stationary. In fact, since you are aware that you are moving, these distant objects seems to move with you. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുള്ള, അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു സിറ്റുവേഷൻ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. സോ എ ട്രെയിൻ ട്രാക്ക് ഈസ് ഹിയർ. ഓക്കെ, ഹിയർ നിയർ ബൈ one or two trees are there. So at a distance there is an object is there, a tree is there. So a train is there and is moving with the velocity v, and you are the observer here. Yes, you are the observer here. So at present it takes the direction, the line of action between the nearby and the object through this line. So we can just think about after some time then what happened, and suppose that a train takes the another position here. So keep in mind the very important concept to see. Then the observer, suppose here this is the line of location of the two particles. So you just think about the angle made by with. So this is alpha 1 and this is alpha 2. അപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, as the time goes on, this angle made by, that is alpha 1, is greater compared to alpha 2. So that is a very important one. So while moving, നമുക്ക് ഉറപ്പിച്ച് പറയാം, the change happened to the angles to the alpha 1 is greater compared to the change happened to the angle alpha 2. സോ ആൽഫ 2 എന്ന് പറയുന്നത് വളരെ ഫാർ അപ്പായിട്ട്, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റാർ അങ്ങനെയുള്ളത് വളരെ അകലെയായിട്ട് വരുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ മിനിമം ആയിട്ട് മാറും. സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, the speed with which an object appears to move depends upon the rate of which the angle changes. So that is a very important one. So നമുക്ക് ഉറപ്പിച്ച് പറയാം that alpha 2 എന്ന് പറയുന്നത്
ലെസ് കമ്പയർഡ് ടു ആൽഫ 1. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചു പറയാം ഫാർ അവേ ആയിട്ടുള്ള ഓബ്ജക്ട്സിൻ്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈസ് ലെസ് കമ്പയർഡ് ടു നിയർ ബൈ ഓബ്ജക്ട്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു സയന്റിഫിക് കൺസെപ്റ്റ് ആണ്, ഓർത്തിരിക്കുക. So we can move to the next one as a 19. A good question but a lengthy one. The principle of parallax is used in the determination of distances of very distant stars. The baseline AB is the line joining the Earth to two locations 6 months apart in its orbit around the Sun. That is, the baseline is about the diameter of the Earth orbit of 3 × 10⁻11 meter. However, even when the nearest stars are so distant that with such a long baseline, they show parallax only of the order of 1 second of an arc. A parsec is a convenient unit length on the astronomical scale. It is the distance of an object that will show a parallax of 1 second of arc from opposite ends of baseline equal to the distance from the Earth to the Sun. How much is a parsec in terms of meter? അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത്, സോ നമുക്ക് ഇത് നമ്മുടെ സണ്ണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് നമ്മുടെ എർത്ത് മൂവ് ചെയ്യുന്നത് ആണെങ്കിൽ പോലും വി ക്യാൻ കൺസിഡർ ലൈക്ക് ദിസ് വൺ. സേ എ ബി എന്ന് പറയുന്ന, അപ്പം ഒരു 6 months എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാഫ് ജേണിയാണ്. അപ്പം ഉറപ്പായിട്ടും പകുതി കറങ്ങി വരുന്നു. അപ്പം അത് ഇവിടെ എത്തി എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് എടുക്കാം. സി യെസ്, അപ്പോൾ അവിടെയാണ് ഇത് എ ബി ആണ്. എ ബി ആണ് വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. സി അപ്പോൾ ഇവിടെ പറയുന്നത് ദ ബേസ് ലൈൻ എ ബി ദ ലൈൻ ജോയിനിങ് ദ സൺസ് ടു ലൊക്കേഷൻ 6 months അപ്പാർട്ട്. അപ്പോൾ പകുതി, ഒരു വർഷമാണല്ലോ മൊത്തം ഒരുമിച്ച് കറങ്ങാൻ എടുക്കുന്നത്. is about the diameter of Earth orbit as, so that is given as, that distance is given as 3 into AB is given as 10⁻11 meter. However, when the nearest stars are so distant with such a long baseline, okay, a parsec is a convenient unit of length on the astronomical scale. It is the distance of an object that will show a parallax of 1 second of an arc from opposite ends of a baseline equal to the distance of Earth to the Sun. അപ്പോൾ നമുക്കൊരു ഡിസ്റ്റൻറ്റ് സ്റ്റാറിനെ നമുക്കൊന്ന് അസ്യൂം ചെയ്യാം. സേ ഹിയർ ഉണ്ടെന്ന് വിചാരിക്കുക. അത് നമ്മളുടെ എർത്ത് ടു ദ സണ്ണിലെ, അപ്പം എർത്ത് ഇതാണ്, ഇത് സൺ ഇതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡയമീറ്ററിൻ്റെ ബൈ 2 എടുക്കുന്ന സമയത്ത് അത് കൺസിഡർ ചെയ്യുന്ന പാരലാക്സ് ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് 1 second. സോറി, യെസ്, 1 second from opposite end. Then how much is the parsec in terms of meter? അപ്പോൾ നമ്മൾ ആക്ച്വലി പാർസക്കിൻ്റെ ഒരു ഡെഫിനിഷനാണ് പറയുന്നത്. അത് പറയുന്നത് ഇങ്ങനെയാണ്: എർത്ത് ടു സണ്ണിലുള്ള ആ ഡിസ്റ്റൻസ് നമ്മൾ കണക്കാക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് മേക്ക് ചെയ്തിരിക്കുന്ന പാരലാക്സ് ആംഗിൾ എന്ന് പറയുന്നത് 1 second ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. സോ നമുക്കറിയാം ആംഗിൾ എന്ന് പറയുന്നത് ആർക്ക് ഡിവിഷൻ ബൈ, അപ്പം 3 × 10⁻11/2, that is, we can say that roughly 1.5 × 10⁻11, that division by r. അപ്പോൾ നമുക്ക് വേണ്ടത് 6 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 × 10⁻11 ഡിവിഷൻ ബൈ 1 second. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരണം എങ്ങനെയാണ് 1 secondനെ നമ്മുടെ റേഡിയൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4.84 × 10⁻6. അപ്പോൾ അതൊന്ന് ഓർമ്മയിരിക്കണമേ. ഒരു ഡിഗ്രി എന്ന് പറയുന്നത് 1.74 × 10⁻2 റേഡിയനാണ്. അതോടൊപ്പം 1 മിനിറ്റ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 1 degree by 60 എന്ന് പറയുന്നത് 0.91 × 10⁻4 റേഡിയനാണ്. 1 second എന്ന് പറയുന്നത് ഓർത്തിരിക്കുക 4.84 × 10⁻6 ആണ്. സോ അത്രയും നമുക്ക് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ആസ് 3.084 × 10⁻16 മീറ്റർ. അപ്പോൾ ഈ ലെങ്ത്, അപ്പോൾ ഈ ആറിൻ്റെ വാല്യൂ ആണ് ഈ പറയുന്നത്.
അതിനെയാണ് നമ്മൾ 1 പാർസെക് എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പറയുക. സോ ദ 1 പാർസെക് take the value as 3.08 into 10 raised to 16 meter. So that is a very, very important concept. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അത് ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലേക്ക് ചേഞ്ചസ് ഉണ്ട്. സോ വി ക്യാൻ റൗണ്ട് ഓഫ് ടു ദാറ്റ് വൺ, ബട്ട് the correct value is 3.084 into 10 raised to 16 value. So that is 1 parsec. That is the answer for the question. So we can move to the next one as number 20. The nearest star to our solar system is 4.29 light years away. How much is the distance in terms of parsec? സോ നമുക്കത് സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാവുന്ന കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഇയർ പറയുന്നത് സിമ്പിളായിട്ട് 9.46 ഇൻറ്റു 10 റൈസ് ടു 15 മീറ്റർ നമുക്കറിയാവുന്നുള്ളൊരു ഡേറ്റയാണ്. അതോടൊപ്പം നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു 1 പാർസെക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 3.08 ഇൻറ്റു 10 റൈസ് ടു 16 മീറ്റർ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻ ടേംസ് ഓഫ് പാർസെക്കിലേക്ക് ഇവനെ മാറ്റണം. അപ്പോൾ നമുക്ക് ഉറപ്പിച്ചൊരു കാര്യം പറയാം, 1 മീറ്റർ എന്ന് പറയുന്നത് 1/3.08 ഇൻറ്റു 10 റൈസ് ടു 16 ആൻഡ് ദാറ്റ് മച്ച് പാർസെക്കാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് 9.46 ഇൻറ്റു 10 റൈസ് ടു 15 ഡിവിഷൻ ബൈ that 1 meter, take the value as what is 1/3.08 into 10 raised to 16. So that much parsec ആയിട്ട് മാറി. So അങ്ങനെയാണെങ്കിൽ so you get the value for 1 light year. So that is equal to 0.307 parsec എന്നൊരു ആൻസറിലേക്ക് നമുക്ക് കിട്ടി. പക്ഷെ നമുക്ക് വേണ്ടത് 4.29 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് എത്രയാണ്? So 4.29 into 0.307 parsec. That is equal to, when multiply ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1.32, that much parsec. So വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. So we express that 4.29 light year is equal to, in terms of parsec, as 1.32 parsec. പക്ഷെ അടുത്ത് പറഞ്ഞിരിക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് ഹൗ മച്ച് പാരലാക്സ് വുഡ് ദിസ് സ്റ്റാർ ദാറ്റ് ഈസ് കോൾഡ് ആൽഫ സെഞ്ചുറി ഷോ വെൻ വ്യൂഡ് ഫ്രം 2 ലൊക്കേഷൻസ് ഓഫ് ദ എർത്ത് 6 months അപ്പാർട്ട് ഇൻ ഇറ്റ്സ് ഓർബിറ്റ് അറൗണ്ട് ദ സൺ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫിഗർ ഒന്ന് മനസ്സിലേക്ക് എടുത്താൽ ഇത് സണ്ണാണെങ്കിൽ ഒരു സർക്കുലർ കൺസെപ്റ്റിലാണ് നമ്മളുടെ എർത്ത് മൂവ് ചെയ്യുന്നതെങ്കിൽ 6 month ജേണി എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് പറയാം അവൻ്റെ ഡയമീറ്ററിൽ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ മേക്ക് ചെയ്യുന്ന, ഇപ്പോൾ ആൽഫ സെഞ്ചുറിയാണ് ഇതാണെങ്കിൽ അതാണ് പാരലാക്സ് മേക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സോ ആ സെപ്പറേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് 4.29 ലൈറ്റ് ഇയർ ഓർ യെസ് ദാറ്റ് ഈസ് 4.29 ലൈറ്റ് ഇയർ. അങ്ങനെയാണെങ്കിൽ പാരലാക്സ് എന്തായിരിക്കും? സോ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ആംഗിൾ എന്ന് പറയുന്നത് ആർ ഡിവിഷൻ ബൈ റേഡിയസ് എന്നാണ് നമുക്കറിയാം. ഇവിടുത്തെ ആർക്ക് എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് 3 ഇൻറ്റു 10 റൈസ് ടു 11 ഡിവിഷൻ ബൈ 4.29 ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയർ ഈസ് നത്തിങ് ബട്ട് 9.46 ഇൻറ്റു 10 റൈസ് ടു 15. അപ്പോൾ നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്ത് വി ഗെറ്റ് ദ വാല്യൂ ആസ് 7.392 ഇൻറ്റു 10 റൈസ് ടു -6 മച്ച് റാഡ്. അപ്പോൾ ഈ ഓർഡറിൽ വരുന്നതുകൊണ്ട് നമുക്ക് അതിനെ സെക്കൻഡിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. സോ യു ജസ്റ്റ് ഡിവൈഡഡ് ഇറ്റ് വിത്ത് 1 second ഈസ് ഹൗ മച്ച് റാഡ്. ആ വാല്യൂ വെച്ച് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്തെടുത്താൽ നമുക്ക് സെക്കൻഡിലേക്ക് ആൻസറിലേക്ക് നമുക്ക് കിട്ടും. സോ യു നോ ദ വാല്യൂ ആസ് 1 second ഈസ് ഈക്വൽ ടു 4.8 into 10 raised to -6. സോ അത് വെച്ച് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്താൽ 7.392 into 10 raised to -6 by 4.84 into 10 raised to -6. നമുക്ക് ആൻസർ കിട്ടി 1.53. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് വാല്യൂ. ആ വാല്യൂ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ NCERT തന്നിരിക്കുന്ന ആൻസറിൽ നിന്ന് വ്യത്യാസമുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ദിസ് ഈസ് ദ correct one. So we can just move to the number 21. Precise measurements of physical quantities are
a need of science. To ascertain the speed of an aircraft, one must have an accurate method to find its position at a closely separated instant of time. This was the actual motivation behind the discovery of radar in World Second War. Think of different examples in modern science and where the precise measurement of length, time, mass, etc. are needed. Also, wherever you can give a quantitative idea of the precision needed. അപ്പോൾ നമുക്ക് ചില എക്സാമ്പിളുകൾ ഡീൽ ചെയ്യാം. അതിന് മുന്നേ തന്നെ നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് നടക്കുന്ന, ഇപ്പോൾ സപ്പോസ് ഒരു എയറോപ്ലെയിൻ ഇങ്ങനെ മൂവ് ചെയ്യാണ് വിത്ത് എ വെലോസിറ്റി. അപ്പോൾ ഒരു ആൻറ്റി എയർക്രാഫ്റ്റ് ഗൺ സപ്പോസ് അതിന് നമുക്ക് ഒരു ബോംബർ അല്ലെങ്കിൽ ഒരു ഷെല്ല് പതിപ്പിക്കണമെങ്കിൽ, സോ ആ ഷെല്ല് എത്ര ആംഗിളിലാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം അതൊരു ഒരു ടി സമയം കഴിയുമ്പോൾ അപ്പോൾ ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നതും ഇതും തമ്മിൽ ക്ലാഷ് ആകുന്ന പോയിന്റ് ഇതാണെങ്കിൽ, so the one must know what is the height, what is the speed of that aircraft. ഇതെല്ലാം നമുക്ക് വ്യക്തതയോടെ അറിയാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യതയോടെ ആ ഷെൽ അതിൽ പതിപ്പിക്കാൻ പറ്റൂ. സോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നീഡായിട്ട് മാറിയത്. അപ്പം സയൻസിൻ്റെ പ്രത്യേകിച്ച് ഫിസിക്സിൻ്റെ പെർഫെക്ഷൻ കാരണം നമുക്ക് എല്ലാ മെഷർമെൻറ്റിലും നമുക്ക് ചില എക്സാമ്പിളുകൾ ഒന്ന് അനലൈസ് ചെയ്യാം. നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന ചില ആസ്പെക്ട്സുകളാണ്. നമ്മുടെ ലെങ്ത്തുമായിട്ട് ബേസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സോ ആക്യുറേറ്റ് ആയിട്ട് ഈവൻ ഇൻ്റർ ആറ്റമിക് ഡിസ്റ്റൻസ് വരെ നമുക്ക് അളന്നെടുക്കുവാൻ പറ്റുന്ന നിയമങ്ങൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് നോൺ ആണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഫ്രാക്സ് ലോ. വളരെ ആക്യുറേറ്റ്, ആംസ്ട്രോങ് വരെ വളരെ ചെറിയ ഡിസ്റ്റൻസസ് വരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് അളക്കാൻ പറ്റുന്ന കേസസ് ഉണ്ട്. ഇനി മറ്റൊരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതാണ്, മാസ് സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ നേരത്തെ ചില ക്വസ്റ്റ്യനുകളിൽ നമ്മൾ കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറി m=m0 × (1-v²/c). അപ്പോൾ അവിടെ മാസിനുള്ളാകുന്ന വേരിയേഷൻ വളരെ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിന് പറ്റുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അതോടൊപ്പം വൺ മോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ എർത്തും മൂണും തമ്മിലുള്ള അകലം അളക്കാൻ, എർത്ത് മൂൺ സെപ്പറേഷൻ അളക്കാൻ വേണ്ടി നമ്മൾ ലേസർ ബീം ഉപയോഗിച്ചു എന്ന് നിങ്ങൾ കരുതുക. സോ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ നീഡഡ് ആകുന്ന ആക്യുറസി എന്ന് പറയുന്നത് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁻⁹ സെക്കൻഡ്. സോ അതുവരെ നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യം ഓർക്കുക. So that is some of the examples where that precision is needed. So നമ്മൾ 21 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ വർക്ക് ചെയ്തു. ഇനിയുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ ഒരിക്കൽ കേട്ടതിന് ശേഷം അത് സ്വന്തമായിട്ട് അതൊന്ന് എഴുതി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചില സ്പെഷ്യൽ സ്കില്ലുകൾ ഇങ്ങനെയുള്ള NCERT ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും. സോ ട്രൈ ടു ഡു ഇറ്റ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.